ഞങ്ങൾ യോജിപ്പില്ല. ഇനി അവർ വേണ്ട, ദൈവത്തെ ഓർത്തൊന്ന് ഇറങ്ങിപ്പോയെങ്കിൽ മതിയായിരുന്നു. എല്ലാം ശരിയാവുമെന്നുള്ള ടാഗ് ലൈനോടല്ലേ അവരുടെ ഭരണം വന്നത്. ഒരു പ്രസ്ഥാനത്തിരിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ ഒരു ഗുണമുണ്ടാവണം. ആ ഗുണം ജനങ്ങൾക്ക് കിട്ടണം. തുടർ ഭരണത്തിൽ അത് കിട്ടുന്നില്ല. മിലിറ്ററി ഭരണം വന്നാലേ ഇനി കേരളം നന്നാവുള്ളൂ, അല്ലെങ്കിൽ നന്നാവുള്ളൂ. പിണറായി വിജയൻ സർക്കാർ ഒരു 9 വർഷം കൊണ്ട് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിന്റെ അങ്ങേയറ്റം എത്തി നിൽക്കുകയാണ്. ജനങ്ങളോട് മമതയുള്ളവർക്ക് മാത്രമേ ഇന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. പിണറായി മാറുന്നതാണ് നല്ലത്. അതുകൊണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ ഭരണം നന്നായിരുന്നു, രണ്ടാമത്തെ ഭരണം മോശമാണ്. കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ഇതുപോലെയൊക്കെ തന്നെ ഇവിടെ കേരളത്തിൽ വേറെ നടക്കില്ല. നമസ്കാരം. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുമ്പോഴും കോടികൾ പൊടിച്ച് സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുകയാണ്. കൂടാതെ കേരളം നശിക്കാതിരിക്കാൻ ഭരണമാറ്റം ഉണ്ടാകരുതെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായത്തോട് ജനങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് അവരോട് തന്നെ ചോദിക്കാം. എല്ലാം ശരിയാവുമെന്നുള്ള ടാഗ് ലൈനോടല്ലേ അവരുടെ ഭരണം വന്നത്. എന്നിട്ട് എന്തെങ്കിലും ശരിയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ സ്വത്ത് കൂടിയതല്ലാതെ വേറെ മാറ്റമൊന്നും ഞങ്ങൾ കാണുന്നില്ല. പിന്നെ കുറേ കേസസ് കൂടി, പിന്നെ നമ്മുടെ ആരോഗ്യനില താഴോട്ട് പോയി, കുറ്റകൃത്യങ്ങൾ കൂടി എന്നതല്ലാതെ ഒന്നും കുറയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഭരണം മാറി തന്നെ വരേണ്ടതായിട്ടുണ്ട്. തുടർ ഭരണം കിട്ടിയതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ നേരിടുന്നുണ്ട്. ആദ്യത്തെ ഭരണം പോലെയല്ല ഇപ്പോൾ രണ്ടാമത്തെ തുടർ ഭരണം കിട്ടിയതിന് ശേഷം നടക്കുന്നത്. അത് അദ്ദേഹത്തിനുള്ള ഒരു വിശ്വാസം ഞങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ വിശ്വാസം പാർട്ടി പ്രസ്ഥാനത്തിന് പോലെയുള്ള പ്രസ്ഥാനങ്ങൾക്ക് പോലും അദ്ദേഹത്തിനുള്ള വിശ്വാസം കുറഞ്ഞുകൊണ്ട് വരികയാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതാണ് എല്ലാവർക്കും ആഗ്രഹം. ഒരു പ്രസ്ഥാനത്തിരിക്കുന്നവർക്ക് അതിൻ്റെ കൂടെ ഒരു ഗുണമുണ്ടാവണം. ആ ഗുണം ജനങ്ങൾക്ക് കിട്ടണം. ഇപ്പൊ ഈ തുടർ ഭരണത്തിൽ അത് കിട്ടുന്നില്ല. മാറണമെന്ന് തന്നെയാണ്. എന്തുകൊണ്ട് എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെ. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയല്ലേ. നമുക്ക് നമ്മൾക്ക് സാധാരണക്കാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാ ജോലി ചെയ്ത് ജീവിക്കണവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എല്ലാത്തിനും ദിവസം പ്രതി വില കൂടി വരികയാണ്. പെൻഷൻ തന്നെ കൊടുക്കുന്നില്ലല്ലോ അവർ. പാവപ്പെട്ട മനുഷ്യർ, എനിക്ക് എൻ്റെ ഇതിന് തന്നെ അറിയാം, വയ്യാത്ത അമ്മമാരും മരുന്ന് മേടിക്കാനും ഒരു ചായ കുടിക്കാനും ഒക്കെ വന്നിട്ട് മക്കളെ നമുക്ക് പെൻഷൻ കിട്ടുമ്പം തരാം എന്നും പറഞ്ഞാണ് അവർ മേടിക്കണം. അവരൊക്കെ അതുപോലെ സമയത്ത് കൊടുക്കുന്നില്ല. ഒരു 50% യോഗ്യനുള്ളൂ. പാർട്ടിയിലുള്ളവർക്ക് മാത്രമേ ജോലിയുള്ളൂ. ബാക്കിയുള്ള എത്രയോ പേരുണ്ടായിരുന്നിട്ട് കൊടുക്കില്ല. അവർ ആ രീതിയിൽ അവരെ ആൾക്കാർ മാത്രം തിരികെ കയറ്റിക്കൊണ്ടിരിക്കുന്നു. ആ കാര്യത്തിൽ വളരെയധികം വിഷമമുള്ള കേസാണ്. PSC എംപ്ലോയ്മെൻ്റ് എല്ലാം അവരുടെ കയ്യിലാണ്. അങ്ങനെയുള്ളൊരു വിഷമമുണ്ട്. ബാക്കി പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചാലും CPM ഭരിച്ചാലും ഇതുപോലെയൊക്കെ തന്നെ ഇവിടെ കേരളത്തിൽ വേറെ നടക്കില്ല. എന്ന് പറഞ്ഞാൽ കേരളം ഇന്നത്തെ സ്ഥിതിയിൽ നല്ല രീതിയിലാണ് പോകുന്നത്. പിണറായി സഖാവിനെ വീണ്ടും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത് തുടർ ഭരണത്തിന്റെ തിക്തഫലങ്ങൾ നമ്മൾ ധാരാളം അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏത് പാർട്ടി തുടർച്ചയായി ഭരിച്ചാലും, ഗുജറാത്തിലെ കാര്യം എടുക്കാം, ബംഗാളിലെ കാര്യം എടുക്കാം, കോൺഗ്രസ്സുകൾ ഗവൺമെൻറ്റുകൾ ഇതിനു മുമ്പ് ഭരിച്ച് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഏകാധിപത്യ ശൈലിയിലുള്ള പ്രവർത്തനത്തിലേക്ക് മാറും. പിണറായി വിജയൻ സർക്കാർ ഒരു 9 വർഷം കൊണ്ട് അതിൻ്റെ ഏകാധിപത്യ സ്വഭാവത്തിൻ്റെ അങ്ങേയറ്റം എത്തി നിൽക്കുകയാണ്. ഒരു കാരണവശാലും യോജിക്കുന്നില്ല. അത്രയ്ക്കും മടുത്തത് കൊണ്ടാണ്. സകല തുറയിലും ഭരണമാറ്റം വരണം. അതിനുവേണ്ടി ഈ മിനിസ്ട്രി തന്നെ മാറണം. ശരിയല്ല. പാവപ്പെട്ടവരെ ചിലർക്കൊന്നും പെൻഷനില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലൈഫ് മിഷനിലുള്ള വീട്, അതിനകത്തൊക്കെ എല്ലാം കഴിഞ്ഞ് പേര് വരെ എൻ്റെ വന്നാണ്. ഇപ്പം നമുക്കൊന്നും അങ്ങനെയുള്ളവരൊന്നും ഇല്ല. അവരുടേതായ ആൾക്കാർക്കേ കൊടുക്കൂ. പിണറായി വന്നപ്പോൾ 8-10 മാസത്തെ പെൻഷൻ കൊടുത്തു. ഒരുപാട് പൊതുകാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്കോ പാവങ്ങൾക്കോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അവർ നേരിട്ട് ചെയ്യാൻ അവർക്ക് മടിയാണ്. അതിന് ഒറ്റ ഉദാഹരണം, തിരുവനന്തപുരം സിറ്റിയിലെ സെക്രട്ടേറിയറ്റ് ഇടയിൽ ആശാ വർക്കർമാർ പാവപ്പെട്ടവർ ചെന്ന് കിടന്ന് ഈ ചെയ്തതെല്ലാം നിങ്ങളെല്ലാവരും കൂടെ കണ്ടതാണ്. എന്തെങ്കിലും ഒന്ന് അവർക്ക് സഹായിക്കണമെങ്കിൽ, അവർ ജനങ്ങളെ സഹായിക്കണമെങ്കിൽ അവരെ ആദ്യം സഹായിക്കണമായിരുന്നു. ചെയ്തില്ല. അങ്ങ് നടക്കട്ടെ. ഇതിൽ കിടന്ന് നമ്മളും കിടന്ന് അനുഭവിക്കുന്നു, അത്രയേ ഉള്ളൂ. കൈയിട്ട് തന്നെ വരും എല്ലാ പാർട്ടിയിലുള്ളവരും. പിന്നെ കോൺഗ്രസ് വരണമെന്നാണ് അടുത്ത ആഗ്രഹം. പക്ഷെ രമേശ് ചെന്നിത്തല നമ്മൾ ഈ ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പിന് ഓരോ മുഖ്യമന്ത്രിമാരെ കൊടുക്കാൻ പറ്റും. എങ്കിൽ എല്ലാ ഗ്രൂപ്പിനും ഓരോ മുഖ്യമന്ത്രിമാരെ കൊടുക്കും. അത് മാറിയാൽ കോൺഗ്രസ് വരുന്നതാണ് നല്ലത്. ആദ്യം ഗ്രൂപ്പ് പടി നിർത്തുക. 10 വർഷം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നേറാനൊന്നുമില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഭരണമല്ല വേണ്ടത്. മിലിറ്ററി ഭരണം വന്നാലേ ഇനി കേരളം നന്നാവുള്ളൂ, അല്ലെങ്കിൽ നന്നാവില്ല. ഒരു ഇതിലും നന്നാവാൻ തോന്നുന്നു.